ആറാം വാർഡിൽ നിന്ന് 10th, +2, ഡിഗ്രി തലങ്ങളിൽ മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കിയ മുഴുവൻ കുട്ടികളെയും അനുമോദിക്കുന്ന ഒരു വേദിയാണ് ഈ ചടങ്ങിലേക്ക് കടന്നു പോകുന്ന ശ്രീമതി ചാണ്ടി എം.എൽ.എ. വളരെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരത്തുമൂട്ടിലാണ്. ഇവിടെ YMCA ഹോളിൽ വെച്ച് SLCക്കും +2നും ഡിഗ്രിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളെ പുതുപ്പള്ളിയിലെ ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മൻ ആദരിക്കുന്ന ചടങ്ങാണ്. നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരത്തുമൂട്ട് സ്ഥിതി ചെയ്യുന്ന YMCA ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇന്ന് SLC, +2 അങ്ങനെ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ കുട്ടികൾക്കെല്ലാം പുതുപ്പള്ളിയിലെ MLA ചാണ്ടി ഉമ്മനിൽ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ വാർഡിലെ മെമ്പർ ജിനൂക്കപ്പൻ മുൻകൈയെടുത്താണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുന്നത്. നിരവധി പുസ്തകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ YMCA. പുതുപ്പള്ളിയിലുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് സന്ദർശിക്കേണ്ടതാണ്. ഇവിടെ ഒരു കമ്മിറ്റി, ഞാൻ വരുമ്പോൾ ഒരു കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇതിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഓഡിറ്റോറിയം. കുട്ടികളെല്ലാം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അവരെല്ലാം നേരെ മുകളിലേക്ക് പോവുകയാണ്. 2ാം നിലയിലാണ് ഓഡിറ്റോറിയം. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. കുട്ടികൾക്ക് കൊടുക്കാനുള്ള മൊമെൻ്റോ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. എത്രയും ബഹുമാനപ്പെട്ട സാറ്, നമ്മുടെ ഇന്നത്തെ ഈ കുടുംബ വിതരണം ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട MLA ചാണ്ടി ഉമ്മനാണ്. അദ്ദേഹം ഇപ്പം തന്നെ ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും. മണ്ണാട്ടുപള്ളിയിൽ ഒരു ചടങ്ങ് നിൽക്കുകയാണ്. അത് നേരെ പ്രിയമുള്ള 6ാം വാർഡിലെ മാതാപിതാക്കളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മൾ വാർഡിൽ എല്ലാ വർഷവും ഈ സമയത്ത് ഓണാഘോഷ പരിപാടികൾ നടത്താറുള്ളതാണ്. എന്നാൽ ഈ കഴിഞ്ഞ വർഷം കുഞ്ഞാൻ സാറിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയില്ല. എന്നാൽ ഈ വർഷം അതുപോലെ തന്നെ വയനാട് ഉണ്ടായ ആ വലിയ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വർഷം പൂർണ്ണമായിട്ടും അതും ഒഴിവാക്കുകയാണ് ഉണ്ടായത്. വാർഡിൻ്റെ വിവിധങ്ങളായ പരിപാടികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുടെ എല്ലാം ഒരു വാർഷികം എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് നമ്മൾ എല്ലാ കൊല്ലവും ഇത് നടത്തി വരാറുള്ളത്. അപ്പം ഈ ഓണാഘോഷം നടക്കാത്ത സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ കുട്ടികളുടെ മൊമെൻ്റോ വിതരണം ഇന്ന് ഈ രീതിയിൽ ഇവിടെ നടത്താൻ തീരുമാനിച്ചത്. നമുക്കറിയാം, നമ്മുടെ വാർഡിൽ ഈ വർഷം വലിയ വിജയങ്ങളാണ് ഉണ്ടായത്. BA ജേർണലിസത്തിൽ 1ാം റാങ്ക് പ്രിയപ്പെട്ട നമ്മുടെ വാർഡിലെ അംഗമായ വൈഷ്ണവിക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഡിഗ്രിയിൽ തന്നെ 2 പേരും പഠിച്ച അല്ലെങ്കിൽ മറ്റ് 2 പേരും അവരും ഫുൾ A+. അതുപോലെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഒരു ഡോക്ടർ നമ്മുടെ വാർഡിൽ നിന്നുണ്ടായി. അങ്ങനെ മികച്ച രീതിയിൽ, നല്ല രീതിയിൽ പഠന മികവോടുകൂടി കുട്ടികൾ പുറത്തിറങ്ങിയാണ്. അപ്പോൾ അവരെ അഭിനന്ദിക്കുക എന്നുള്ളത്, നിങ്ങൾക്ക് ഈ അഭിനന്ദനം എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് അതൊരു പ്രചോദനമാകണം എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. 22 പേരോളം നമ്മുടെ വാർഡിൽ പ്രാവശ്യം ഇതിന് അർഹരായുണ്ട്. ആ 22 പേരെ നമ്മൾ വിളിച്ചറിയിച്ചനുസരിച്ച് അവർ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സാറിനറിയാം, മുൻ ഹെഡ്മാസ്റ്ററാണ്, നല്ലൊരു സംഘാടകനാണ്. സാറിനെ പ്രത്യേകമായിട്ട്
ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ പ്രിയപ്പെട്ട ജാതിപുരം എം എൽ എ അദ്ദേഹം അവിടെ എത്തിച്ചേരും. സന്തോഷപൂർവ്വം അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ YMCA ലൈബ്രറി പ്രസിഡന്റ് ശ്രീ തോമസ് സാർ എന്നോട് സംസാരിക്കും. അദ്ദേഹം ഇപ്പോൾ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കടന്നു വന്നിരിക്കുന്ന കുട്ടികൾ, ഞാനിന്ന് ഈ ദിവസം തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്ന് പറയാൻ, ഓണമായിട്ട് നിങ്ങളെല്ലാവരും പല സ്കൂളിൽ മറ്റേ നേഴ്സിംഗ് ഒക്കെ പോയവരൊക്കെ വരെ ഇവിടെ അവധിക്ക് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തത്. അടുത്ത ആഴ്ച നിങ്ങൾക്ക് വീണ്ടും തിരക്കുകളിലേക്ക് മാറും. അതുകൊണ്ട് അത് ഈ രീതിയിൽ തിരഞ്ഞെടുത്തു. എന്തായാലും എല്ലാവരും വന്നതിനുള്ള സന്തോഷം കൃത്യമായിട്ട് അറിയിക്കുന്നു. കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരെയും, അവരുടെ മാതാപിതാക്കളെയും അതുപോലെ അവരുടെ കുടുംബശ്രീയിലേക്ക് പ്രവർത്തകരെത്തിരുന്ന അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരു നല്ല കൃത്യമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാനിത് കാണുന്നു. അടുത്തായിട്ട് നമ്മുടെ സംസാരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട അർഷാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ വാർഡ് മെമ്പർ സൂചികൾക്ക് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരമായ നമ്മുടെ MLA ശാന്തിയുന്നുണ്ട്. ഈ ലൈബ്രറിയുടെ ബഹുമാനായ പ്രസിഡന്റ് തോമസ് ഏറെ പ്രിയങ്കരരായ ആറാം വാർഡിലെ പ്രതിഭകളെ, പ്രിയ രക്ഷകർത്താക്കൾ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ രീതിയിൽ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ശ്രീ ജിമിക്ക്. വാർഡിൻ്റെ സർവതോമുഖമായ പുരോഗതിക്ക് ഏറെ ശ്രദ്ധേയമായ നേതൃത്വം കൊടുക്കുന്നു അദ്ദേഹം. ആറാം വാർഡിലെ എല്ലാ വർഷവും കർഷകനും ഓണാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ വിവിധ മത്സരങ്ങൾ, കലാപരിപാടികളും ഒപ്പം ആ വർഷം SSLC, +2, മറ്റ് ഡിഗ്രി തലങ്ങളിൽ ഉന്നത വിജയം കൈവരിക്കുന്ന നമ്മുടെ വാർഡിലെ സമൃദ്ധരായ കുട്ടികൾക്ക് അനുമോദനങ്ങൾ നൽകുന്ന ചടങ്ങുകളും പതിവായി സംഘടിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട നമ്മുടെ മെമ്പർ സൂചിപ്പിച്ചതുപോലെ ഈ വർഷം വയനാടിൻ്റെ ദുരന്തത്തിൽ ഏറെ നൊമ്പരപ്പെട്ട് കഴിയുന്ന നമ്മളെ സംബന്ധിച്ച് വലിയൊരു ആഘോഷത്തിന് നാം മുതിരുന്നില്ല എന്നതും ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. എങ്കിലും മലയാളികളെ സംബന്ധിച്ച് അവർക്ക് ഓണം ആഘോഷിക്കാനാവില്ല. അവരുടെ ഹൃദയത്തിൽ കുടിയേറിയിരിക്കുന്ന ഒരു വലിയ നൊസ്റ്റാൾജിയയാണ് ഓണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓണാഘോഷത്തിൻ്റെ ഒരു സന്തോഷത്തിലുമാണ് എന്ന് പറയാതിരിക്കാൻ നിർത്തിയത്. ഇന്ന് ഉത്രാടം 10 മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയുടെ ഓണത്തലേന്നാണ് ഉത്രാടം. മലയാള ഭാഷയിൽ അതിന് ഉത്രാടപ്പാച്ചിലെന്നാണ് പറയാറുള്ളത്. ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുമ്പോൾ വീട്ടിലെ ഗ്രഹനാഥനും ഗ്രഹനാഥയും വീട്ടിലുള്ള കുടുംബാംഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഓണത്തെ വരവേൽക്കുന്നതിനുള്ള ഒരു ഓട്ടപ്പാച്ചിൽ. നല്ല ഭക്ഷണം തയ്യാറാക്കണം, നല്ല വേഷങ്ങൾ ഉണ്ടാകണം, നല്ല വിഭവങ്ങൾ തയ്യാറാക്കണം, അതിഥികളെ സ്വീകരിക്കണം, വീടും പരിസരവുമൊക്കെ വൃത്തിയാക്കണം. മഹാബലി മന്നൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് നമ്മോട് ഇഷ്ടം തോന്നണം. അന്ന് പണ്ട് അദ്ദേഹം ഭരിച്ചിരുന്ന കാലം പോലെ
നമ്മൾ ഒരുമയോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടിയുള്ള ഒരു തത്രപ്പാടാണ് ഉത്രാടപ്പാച്ചിൽ അർത്ഥമാക്കുന്നത്. വൃദ്ധദമ്പതിമാർ മാത്രം കാണുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ മറ്റ് രാജ്യങ്ങളിൽ പഠിക്കുകയാണ് എന്നാണ് നമുക്ക് പൊതുവെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ചിന്തിക്കുന്നവരാണ്, അതിനെ കുറ്റം പറയുന്നില്ല. എങ്കിൽ തന്നെയും ഞാനൊരു ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിഥിയായിട്ട് വരാൻ പോകുന്ന ചാണ്ടി വുമൻസ് ആർ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു വിദ്യാഭ്യാസ പരിപാടികൾ അദ്ദേഹം സംഘടിപ്പിച്ചു വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില സ്വപ്നങ്ങൾ അദ്ദേഹം ഇവിടെ പങ്കുവെച്ചപ്പോൾ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് അത്തരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് അദ്ദേഹം പല പ്രസംഗ വേദികളിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഭരണാധികാരികളുടെ ചിന്ത തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ പുതുപ്പള്ളിയുടെ ശോഭനമായ ഭാവിക്ക് നന്നാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ സമൂഹം നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ മറക്കാതെ നിങ്ങളെ മനോമുഖരത്തിന് കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. ഒപ്പം എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഒരുപക്ഷെ ഞാൻ കരുതുന്ന ഒരു അപൂർവമായ ഒരു ചടങ്ങാണ്. ഒരു വാർഡിലെ SLC, +2, ഡിഗ്രി തലങ്ങളിൽ പഠിച്ച് വിജയിച്ച എല്ലാവരെയും അനുമോദിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ ലൈബ്രറി ഇത്തരം പരിപാടികളൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ വ്യത്യസ്തമായ പരിപാടിയാണ്. അവിടെ ഏതാനും വാർഡുകളിലെ 5 or 6 വാർഡുകളിലെ ഉയർന്ന പ്രതിഭകളെ പരീക്ഷകളിൽ +2 ലഭിച്ച എയർപോർട്ട് ലഭിച്ച കുട്ടികളെ ആദരിക്കുന്ന പരിപാടി മാത്രമാണ് ലൈബ്രറിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. അതിൽ വ്യത്യസ്തമായി ഈ 3 തലങ്ങളിലുള്ളവർ വിജയിച്ചവരെ ആദരിക്കുന്ന, അനുമോദിക്കുന്ന ഒരു ചടങ്ങ് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ചടങ്ങാണ്. നമ്മുടെ കുട്ടികൾക്ക് അവരുടെ പഠന കേന്ദ്രങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ സൂചിപ്പിച്ചു. അത് വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന വിദ്യാഭ്യാസ മേഖല. അതിന് കണ്ണികമായിട്ടാണ് നമ്മളൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഗവൺമെൻറ് തലത്തിലുള്ളതാണെങ്കിലും മാനേജ്മെൻറ്റ് തലത്തിലുള്ളതാണെങ്കിലും സ്കൂളുകൾ വളരെ കൃത്യമായി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. വിഭാഗങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ, മുന്നോട്ടക്കാരായിട്ടുള്ളവർക്ക് പിന്തുണ കൊടുക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല നിലനിൽക്കുന്നത്. ഇന്നിപ്പോൾ ഫീസ് കൊടുക്കേണ്ട മേഖല വളരെ ചുരുക്കമാണ്. താഴേക്ക് ആദ്യമായിട്ട് ഫീസ് കൊടുത്ത് പഠിച്ചവരാണ് ഞങ്ങളിൽ പലരും. ഇന്നിപ്പോൾ ആ ഫീസ് സമ്പ്രദായമൊന്നും ഇല്ല. സൗജന്യമായ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. ഉയർന്ന തോതിലുള്ള സാഹചര്യങ്ങളെ ഉറപ്പുവരികയാണ്. ഗവൺമെൻറ് തലത്തിലാണെങ്കിലും സ്വകാര്യ മേഖലയുടെ തലത്തിലാണെങ്കിലും നമുക്ക് ഉറപ്പ് നൽകുക. അതിലൂടെ നമ്മൾ വളരെ വലുതായി ഈ സമൂഹത്തിൻ്റെ നല്ല വിജയങ്ങൾക്ക് ഇവിടെ നൽകുന്ന അനുമോദനത്തിൽ പങ്കാളിയായിക്കൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ YMCA ലൈബ്രറിയുടെ പേരിൽ അനുമോദനം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. ആറാം വാർഡിൽ നിന്ന് 10th, +2, ഡിഗ്രി തലങ്ങളിൽ മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കിയ മുഴുവൻ കുട്ടികളെയും അനുമോദിക്കുന്ന ഒരു വേദിയാണ് ഈ ചടങ്ങിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ട ചാണ്ടി MLA. വളരെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുകൊണ്ട് കണ്ടുപോകാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നു. പ്രിയപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ ദിനു, പ്രിയപ്പെട്ട ശിവനാഥ് സാറ്, പ്രിയപ്പെട്ട സാറ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നെങ്കിലും മണർകാട് പള്ളിയിലും ക്ഷേത്രത്തിലും ഒരു ചെറിയ
വലം വെക്കേണ്ടി വന്നു. അതാണ് സമയം താമസിച്ചു പോയത്. പ്രത്യേകമായി ക്ഷമ ചോദിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. പ്രത്യേകിച്ച് മെമ്പറിന് എല്ലാവരെയും കളക്ട് ചെയ്ത് ഒരു പരിപാടി എന്നെ നിർബന്ധപൂർവ്വം ഇന്ന് തന്നെ വരണം എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ പരിപാടി ഫിക്സ് ചെയ്തത്. ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. ഞാൻ നേരത്തെ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചത് തന്നെയാണ്. ഫോണിൻ്റെ ഉപയോഗം കുറച്ചു. പ്രത്യേകിച്ച് കുട്ടികൾ. ഇന്ത്യയുടെ എക്കണോമിക് അഡ്വൈസർ അദ്ദേഹം ട്രെയിനിങ്ങിന് ഞങ്ങൾ MLA-മാരെല്ലാം ഒരു പരിപാടിക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചതാണ്, മണ്ഡലത്തിൽ പോയി പറയുക കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ പാടില്ല, ഒരു കലാപരം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. 15 വയസ്സ് വരെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ പാടില്ല, പ്രത്യേകിച്ച് സ്കൂളിൽ കൊണ്ടുപോകാൻ പാടില്ല. ഇന്ന് പേരൻസിനായിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ കാണുന്ന ഒരു സൈറ്റ് ആങ്ഷ്യസ് ജനറേഷൻ എന്നാണ് പറയുന്നത്. കാരണം ഇത് നമുക്ക് ഡിപ്രഷൻ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി ഉപയോഗം കുറയ്ക്കുക. ഇന്ന് ഉപയോഗം മൊത്തത്തിൽ കുറയ്ക്കാൻ പറ്റത്തില്ല, പക്ഷെ പരമാവധി ഉപയോഗം കുറയ്ക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്രോബ്ലത്തെ അതിജീവിക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് 30% ഓഫ് ഇന്ത്യൻസ് ഇതേപോലത്തെ പ്രശ്നങ്ങൾ കുട്ടികൾ അഭിമുഖീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോണാണ് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്. നമുക്ക് 2007 മുമ്പ് നമ്മുടെ കയ്യിൽ അതുപോലത്തെ ഫോണുകളില്ല. ഇന്ന് എല്ലാം നമ്മൾ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും ഇതാണ് സ്മാർട്ട് ഫോൺസും അതിൻ്റെ അമിത ഉപയോഗത്തിലാണ്. അതുകൊണ്ട് നമുക്ക് പരസ്പരം സംസാരിക്കാൻ അവസരമില്ല, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവസരമില്ല, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ അതിജീവിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പരമാവധി ഫോൺ ഉപയോഗം കുറയ്ക്കുക. അതേസമയം ഉപയോഗിക്കാനുള്ളത് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അത് കുറയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് പഠിക്കുവാനും കളിക്കുവാനുമുള്ള അവസരം ഉണ്ടാവണം. ഇവിടെ പഠിക്കുവാൻ നിങ്ങൾ മികച്ച രീതിയിൽ നിങ്ങൾ സാധിച്ചു, നിങ്ങളൊന്ന് മുന്നിട്ട് വന്നിരിക്കുക. പക്ഷെ കളിക്കുവാൻ അവസരം ഉണ്ടാവണം. ഞാനതുകൊണ്ടാണ് MLA ആയതിനു ശേഷം എടുത്തൊരു തീരുമാനം പുതുപ്പള്ളിയിൽ ഒരു സ്പോർട്സ് സെൻ്ററാക്കി മാറ്റണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു ബാഡ്മിൻ്റൺ ഒരു വോളിബോൾ കോർട്ട് വയർക്കുന്നത്ത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ തുടങ്ങിയിരിക്കുക. അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞു, അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. കുരപ്പുഴയിൽ ഒരു സ്പോർട്സ് ടർഫ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ കൊണ്ടുവന്നു. എൻ്റെ ആഗ്രഹം അടുത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് ഞാൻ ചെന്നൈയിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ എനിക്കൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ചെയ്തതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, നാടിന് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിരിക്കുക. പക്ഷേ പുതുപ്പള്ളി സ്ഥലം ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹം. കാരണം പുതുപ്പള്ളി സ്വിമ്മിംഗ് പൂൾ ഉണ്ടായാലും എനിക്ക് കുളിക്കാൻ പറ്റും. പക്ഷെ പുതുപ്പള്ളി സ്ഥലം കിട്ടുന്നില്ല എനിക്ക്. മണ്ടർകാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മണ്ടർകാടിനാണ് പോകുന്നത്. മെമ്പറിനോടാണ് പറയുന്നത്. മെമ്പറിനെ കൂടെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉത്സാഹിക്കണം, കുട്ടികളെ ഉത്സാഹിക്കണം. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂള് ഒരു എന്താ പറയുക, നമ്മുടെ നാടിന് മൊത്തമായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ സ്ഥലം വിട്ടുതരികയാണെങ്കിൽ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്ത് കുട്ടികളെ കൂടുതൽ കളിക്കാൻ, നിങ്ങൾ കളിക്കുകയും വേണം. കാരണം നമ്മൾ പരാജയം പഠിക്കേണ്ട ഒരു ആവശ്യകതയുള്ളൂ. നമ്മൾ പരാജയം എന്താണെന്ന് നമുക്കറിയാൻ ബുദ്ധിമുട്ടാണ്. പരാജയം നമ്മൾ അംഗീകരിക്കുന്നില്ല. അപ്പോൾ പരാജയം കൂടി പഠിക്കുവാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വിജയിച്ചിരിക്കുന്നത് നിങ്ങളുടെ മാത്രം കഴിവല്ല, നിങ്ങളുടെ മാതാപിതാക്കളുടെയും നിങ്ങളുടെ അധ്യാപകരുടെയും കഴിവാണ്. നിങ്ങൾക്ക് എല്ലാവിധമായ മംഗളങ്ങളും നേരുന്നു. പഠിച്ചും കളിച്ചും മികച്ച രീതിയിൽ എക്സ്ട്രാ കരിക്കുലറിൽ പങ്കെടുത്തു നിങ്ങളെ തന്നെ ലീഡറായിട്ട് വളർത്തിയെടുക്കുക. നിങ്ങൾ ഓരോരുത്തരുമാണ് നാളത്തെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയൊക്കെ ലീഡേഴ്സായി വളർന്നു വരുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് വരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ജിനു മെമ്പർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. പേര് വിളിക്കുന്നതനുസരിച്ച് ഒന്ന് മൊമെൻ്റ് കളക്ട് ചെയ്യണം. ആദ്യമായിട്ട് BA ജേർണലിസം 1ാം റാങ്കിൽ നമ്മുടെ വാർഡിൽപ്പെട്ട വൈഷ്ണവിയാണ്. വൈഷ്ണവി പോണ്ടിച്ചേരി പഠിക്കാൻ പോയിരിക്കുകയാണ്. അമ്മ കടന്നു വന്നിരിക്കുന്നു. അടുത്തത് ബികോം ഫുൾ A+ അക്സ എൽസ തോമസ്. അതുപോലെ തന്നെ ഡിഗ്രി BSc കെമിസ്ട്രി ഫുൾ A+. നിധിയ റോസ് ജിജി. അടുത്ത് ഫുൾ A+ +2 ആണ് അലീന ടി. അടുത്ത് +2 ഫുൾ A+ ഷോൺ പി ദിലു.
ഷൈൻ ചെയ്ത് തരും. സ്റ്റോൺ ചേട്ടനാണ്, ചേട്ടന് ഫുൾ എഫേർട്ട് ആയിരുന്നു. ലെജിൻ കെ ജിബി ജോബി, ലെജിൻ കെ ജോബി +2. അടുത്തത് ജോയൽ ജോപ്പോൾ, ജോയൽ ജോസഫ് സീജോ, ബാബു, അടുത്തത് ഡോൺ കെ തോമസ്, അൻസു അന്ന തോമസ്, ഹന്ന മുരളി, ആൽബി അലക്സ് ജോൺ, അടുത്തത് 10th ആണ് ആൽബിൻ ജോൺ പി കുര്യൻ, ആഷിഖ് ജേക്കബ് വർക്കി 10th. ലിൻഡ മോൾ ടൈറ്റസ്, ജോസിയ മറിയം അലക്സ്, ജോഹൻ എൻ ജോർജ്, ഗായത്രി ബി, ഗായത്രിയും പഠിക്കാൻ പോയിരിക്കുകയാണ്, മാതാവാണ് കടന്നു വരുന്നത്. ഗോപിക സുനിൽ, ഭാമ പ്രസാദ്, അനക ഇ. അപ്പോൾ എല്ലാ കുട്ടികളും എല്ലാവരും തന്നെ കടന്നു വന്നു. പ്രത്യേകിച്ച് എല്ലാവരോടും, അതുപോലെ തന്നെ MLA കൃത്യസമയത്ത് വരികയും ഞാൻ ഒരിക്കലും സമയം തെറ്റിക്കാറില്ല. പ്രത്യേക നന്ദി അറിയിക്കുന്ന അതുപോലെ തോമസ് സാറ്, ഇഷ്ടാൻ സാറ് കടന്നു വന്ന എല്ലാവരോടും പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഓണാശംസ.